നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീത പി ആർ, മെഡിട്രീന ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തെയും കൊല്ലത്തെയും ഗൈനക്കോളജിസ്റ്റ് ആണ്. ഒരു കപ്പിൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ എപ്പോഴാണ് അവർ ഇൻഫെർട്ടൈൽ കപ്പിൾ അല്ലെങ്കിൽ വന്ധ്യതയുള്ളത് എപ്പോഴാണ് എന്ന് പറയുന്നത്, അതായത് അവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഒരു വർഷം ജീവിച്ചു കഴിഞ്ഞിട്ട് റെഗുലറായിട്ട് ഇന്റർകോഴ്സ് ഉണ്ടായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിലാണ് സാധാരണ നമ്മൾ അവരെ ഇൻഫെർട്ടൈൽ അല്ലെങ്കിൽ വന്ധ്യത ഉള്ള ഒരു ദമ്പതി ആയിട്ട് കണക്കാക്കുന്നത്. ചില ആൾക്കാർക്ക് ഇപ്പം അവർക്ക് നേരത്തെ തന്നെ അവർക്കറിയാം അവർക്കൊരു പ്രോബ്ലം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പുരുഷന് അല്ലെങ്കിൽ ഹസ്ബൻഡിന് ബീജം ഇല്ല, അത് നേരത്തെ തന്നെ അറിയാം, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അറിയാം ബീജം ഇല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഒരു വർഷം കാത്തിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളപ്പം ഏറ്റവും പെട്ടെന്നുള്ള അടുത്ത ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ഫലപ്രദമാകുന്നത്. സ്ത്രീയുടെ പുരുഷന്റെ ഏജ് അല്ലെങ്കിൽ വയസ്സ് 35 മേലെയാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വർഷക്കാലം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം ഓരോ മാസം കഴിയുന്തോറും അവരുടെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് കുറഞ്ഞു വരികയാണ്. അങ്ങനെയുള്ളവരും ധാരാളം വെയിറ്റ് ചെയ്യേണ്ട സമയമില്ല. അവർക്കും പെട്ടെന്ന് തന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് വൈസ് ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മളൊരു കപ്പിൾ വരുമ്പോൾ ആദ്യം അവരുടെ ഹോർമോൺസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും, ഹസ്ബൻഡിൻ്റെ സെമൻ ടെസ്റ്റ് ചെയ്ത് നോക്കും, വൈഫിൻ്റെ സ്കാൻ ചെയ്ത് നോക്കും. ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് എല്ലാം നോർമൽ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം കുറച്ച് മെഡിസിൻസ് കൊടുക്കും. മെഡിസിൻസ് കൊടുത്തിട്ട് ഒരു 3 to 6 months വരെ നോക്കിയിട്ടായില്ലെങ്കിൽ അടുത്ത് ചെയ്യുന്ന അവരുടെ ട്യൂബ് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതായത് അണ്ടവാഹിനി കുഴലിൻ്റെ ബ്ലോക്ക് വല്ലതും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സർജറിയോ ശസ്ത്രക്രിയയോ എന്തെങ്കിലും ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യും. അതിനിടയ്ക്ക് അവർക്ക് എന്തെങ്കിലും സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ IUI അല്ലെങ്കിൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊസീജിയർ ചെയ്യും. ഇതിലൊന്നും പ്രഗ്നൻസി ആയില്ലെങ്കിലുള്ള ലാസ്റ്റ് റിസോർട്ട് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് IVF അല്ലെങ്കിൽ ART, അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്.